വയനാട് വാഗേരിയിലെ കടുവയ്ക്കായി കുങ്കിയാനകളുടെ സഹായത്തോടെ ഇന്ന് തിരച്ചിൽ തുടരും. മുത്തങ്ങയിൽ നിന്ന് വിക്രം, ഭരത് എന്നീ ആനകളെ ഇന്നലെ വൈകിട്ടോടെ സ്ഥലത്തെത്തിച്ചു. പൂത്താടി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ നിരോധനാജ്ഞ 19 വരെ നീട്ടി. അനൂപ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനൂപ്, ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ആരംഭിച്ചോ? ഇന്നും 7-ാം ദിവസം കടുവയ്ക്കായി തിരച്ചിൽ വാഗേരി, മൂടക്കൊല്ലി, കൂടലൂർ മേഖലകളിൽ തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിലിന് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നുള്ള പുങ്കിയാനകളായ വിക്രമിന്റെയും ഭരതിന്റെയും ഒരു സാന്നിധ്യം കൂടിയുണ്ട്. വനമേഖലകളിലെ തിരച്ചിൽ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് കടുവയെ എത്തിച്ചുകൊണ്ട് കടുവയെ പിന്തുടരുന്നതുൾപ്പെടെയുള്ള കടുവയെ വെടിവെച്ച് പിടികൂടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. ആനകളുടെ സാന്നിധ്യം സഹായകമാവുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. മുൻ വെറ്ററിനറി സർജൻ അരുൺ സക്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. നോർത്ത് വയനാട് CCF കെ ദീപയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ഏകോപിപ്പിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രജീഷ് എന്ന കർഷക യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നത്. അതിനുശേഷം വലിയ വ്യാപകമായ തിരച്ചിൽ, സർവ്വസന്നാഹത്തോടുകൂടി തിരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോലും 80 പേരടങ്ങുന്ന വനപാലക സംഘം, RRT, വെറ്ററിനറി, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സംഘങ്ങളുടെ അവരെല്ലാം ഉൾപ്പെടുന്ന ഈ വനപാലക സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം പല മേഖലകളിലും സ്ഥിരീകരിച്ചു വനംവകുപ്പ്. കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിലിനിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ കടുവയ്ക്ക് സമീപമെത്താനോ മയക്കുവെടി വെക്കാനോ മറ്റോ ഉള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. അത് അത്തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഈ മേഖലയിലുള്ളത്. ഏതായാലും വനംവകുപ്പ് ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ ഈ പ്രദേശത്തുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചുള്ള കടുവയെ തിരിച്ചറിഞ്ഞിരുന്നു. വയനാട് സാങ്ച്വറിയിലെ വന്യജീവി സങ്കേതത്തിലെ WWL 45 എന്ന കടുവയാണ് ഈ ആക്രമകാരിയായിട്ടുള്ള പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവ എന്നത് സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും ആ കടുവയുടെ സഞ്ചാരപഥവും മറ്റും വനംവകുപ്പ് നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങളും മറ്റും കാര്യക്ഷമമാവും എന്ന് വേണം കരുതാൻ. ഇന്ന് തന്നെ അത്തരം നടപടികളിലേക്ക് ഒരുപക്ഷെ വനംവകുപ്പ് കടന്നേക്കും. മയക്കുവെടി വെച്ച് പിടികൂടാനും കൂട് വെച്ച് പിടികൂടാനുമുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. കൂടുകൾ ഈ മേഖലയിൽ 3 കൂടുകളും അതോടൊപ്പം തന്നെ 22 ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. ചില ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഈ ദൗത്യം വിജയകരമായി അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് പ്രധാനമായും വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഈ ഭൂപ്രകൃതിയും അതുപോലെ വനത്തിനോടും അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന ചെറുകിട ങ്ങളും മറ്റുമാണ്. ഏതായാലും അത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് വനംവകുപ്പ് സംഘം ഇന്നോ നാളെയോ മറ്റോ ഈ കടുവയ്ക്ക് അരികിലേക്ക് എത്തിപ്പെടും, അല്ലെങ്കിൽ ഇതിനെ രാട്ടിയാൻ പറ്റുന്ന നടപടികളിൽ കടക്കുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏതായാലും 19 വരെ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നതും മറ്റും തടയാനാണ് ഈ നിരോധനാജ്ഞ. ബത്തേരി തഹസിൽദാരാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ ശക്തമായ സർവ്വസന്നാഹത്തോടു കൂടിയുള്ള തിരച്ചിൽ ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.